അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള മുഅ്മിനുകളെ, മറ്റ് സഹോദരന്മാരെ, ഇന്നു മുതൽ നാം വളരെ പ്രധാനപ്പെട്ട ചില ദിക്റുകളുടെ മഹത്വങ്ങൾ വിവരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട ദിക്റുകളാണ്. സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ദിക്റുകൾ. ആ ദിക്റുകളുടെ മഹത്വം, അഥവാ നാം പലരും പതിവാക്കിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റുകൾ, അതിലുള്ള ഓരോ ദിക്റുകൾക്കുമുള്ള അടിസ്ഥാനപരമായ രേഖകൾ, അത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്നിവ 15 ക്ലിപ്പുകളിലായി പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഹദ്ദാദ് റാത്തീബിന്റെ ആദ്യത്തിലുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്തുകളുടെ മഹത്വം, ആയത്തുൽ കുർസിയുടെ മഹത്വം 4 ക്ലിപ്പുകളിലായി, അതുപോലെ ഹദ്ദാദിന്റെ ആദ്യമുള്ള ഇഖ്ലാസ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇവകളൊക്കെ ഹദ്ദാദിന്റെ ഇടയിലും ആദ്യത്തിലുമായി വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മുടെ ഈ ചാനലിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഇന്ന് അതിലെ 1ാമത്തെ ദിക്റിന്റെ മഹത്വമാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. തുടർന്ന് 15 ക്ലിപ്പുകളിലായി ഹദ്ദാദിന്റെ ഓരോ ദിക്റിന്റെയും മഹത്വങ്ങൾ ഉണ്ട്. അതെല്ലാം കേൾക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ തലപ്പാവിന് അഥവാ ഈ തലയിൽ കെട്ടിന് വല്ല പ്രത്യേകതയും ഉണ്ടോ എന്ന്. തലയിൽ കെട്ടിന് പ്രത്യേകിച്ചൊന്നുമില്ല. തലയിൽ കെട്ട് ഞാൻ ഒരു പച്ച മുണ്ട് കൊണ്ടാണ് ഇപ്പോൾ കെട്ടിയിട്ടുള്ളത്. പല മുണ്ടുകൊണ്ടും കെട്ടാറുണ്ട്. തലയിൽ കെട്ട് ഇല്ലെങ്കിലും നാം ഈ രൂപങ്ങളോ അല്ലെങ്കിൽ താടി നരച്ചിട്ടുണ്ട് എന്നതോ തലപ്പാവിന്റെ കളറോ അതൊന്നുമല്ല നോക്കേണ്ടത്, പറയുന്ന കാര്യങ്ങളിലേക്കാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. പിന്നെ ഈ തലയിൽ കെട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ചില പുതിയ തലപ്പാവുകാർ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ നെറ്റി തീരെ തന്നെ ഇല്ലാത്ത നിലക്ക് നെറ്റി അടക്കി തലയിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ ഈ ക്ലിപ്പ് കാണുന്ന സമയത്ത് എങ്ങനെയാണ് തലൽപ്പാവ് ധരിക്കേണ്ടത് എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കി അവർ ഉൾക്കൊണ്ടാൽ അതിലും പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തല നെറ്റി അടക്കി കെട്ടുന്നത് കുറ്റകരമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ അത് കണ്ട് കുട്ടികളടക്കമുള്ളവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ 4 മദ്ഹബ് പ്രകാരവും, അഥവാ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, നെറ്റി ഭൂമിയിൽ വെക്കണം, സുജൂദ് ചെയ്യുമ്പോൾ നെറ്റിയിൽ മറയുണ്ടാവാൻ പാടില്ല എന്നത്. ഒരു മദ്ഹബിലും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. കൈ വെക്കണമോ കാൽമുട്ട് വെക്കണമോ അതിലൊക്കെ മദ്ഹബിന്റെ ഇടയിൽ തർക്കമുണ്ടെങ്കിലും നെറ്റിയുടെ കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അതുകൊണ്ട് മറയില്ലാതെ നെറ്റി ഭൂമിയിൽ വെക്കേണ്ടതുണ്ട്. അവ തലപ്പാവ് ധരിക്കുന്ന സമയത്ത് ഇതുപോലെ നെറ്റി വെളിവാവണം എന്നൊരു സൂചന ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹദ്ദാദിന്റെ ദിക്റുകളിൽ നിന്ന് 1ാമത്തെ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ആ കിതാബിന്റെ 84ാമത്തെ പേജിൽ ഈ ഹദീസ് ബഹുമാനപ്പെട്ട നവവി ഇമാം കൊണ്ടുവന്നതായി കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാലഹ
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ പറഞ്ഞാണ്. കാന ലഹു ഇദ്ലു ഇത്ഖി റഖബത്തിൻ മിൻ വലദി ഇസ്മാഈൽ സല്ലല്ലാഹു അലാ നബിയിന വഅലൈഹി വസല്ലം. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്നൊരു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. മാത്രമല്ല 10 നന്മകൾ അവനിക്ക് എഴുതപ്പെടും. 10 തിന്മകൾ അവരെ തൊട്ട് മായ്ക്കപ്പെടും. 10 പദവികൾ അവനിക്ക് ഉയർത്തപ്പെടും. വൈകുന്നേരമാകുന്നത് വരെ ശൈത്താനിനെ തൊട്ടുള്ള കാവലിൽ അവനാകും. രാവിലെ ഇത് ചൊല്ലിയാൽ വൈകുന്നേരം ഇത് ചൊല്ലിയാൽ അവൻ രാവിലെ ആകുന്നത് വരെ ഇതുപോലെ അവനിക്ക് സംരക്ഷണം കിട്ടും. അപ്പൊ വലിയതായ മഹത്വമുള്ള ദിക്റാണ് ഈ ഹദീസ്. അദ്കാറിൽ ബഹുമാനപ്പെട്ട നബി മുഹമ്മദിന്റെ 83-ാം പേജിൽ പറഞ്ഞു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് അവരുടെ മുസ്നദ് ഭാഗം 3 321-ാം പേജിലും, ബഹുമാനപ്പെട്ട തുർമുദി ഇമാം അവരുടെ സുനനു തുർമുദി എന്ന കിതാബ് ഹദീസ് നമ്പർ 1543-ാം നമ്പറായും, നസായി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ ബാബു ഫദ്ലി മൻ അഅതക റഖബതൻ മിൻ വലദി ഇസ്മാഈല എന്ന അധ്യായത്തിൽ ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മാജ എന്ന ഹദീസിന്റെ കിതാബിൽ ഹദീസ് നമ്പർ 2522-ാം നമ്പറായി ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഹൈസമി എന്നവര്, പല ആളുകളും മുമ്പൊരിക്കൽ ഞാൻ വേറൊരു ക്ലിപ്പിൽ ഇത് പറഞ്ഞപ്പോ ഐത്തമി എന്നല്ലേ എന്ന് ചോദിച്ചിരുന്നു. അല്ല, ഇബ്നു ഹജറുൽ ഹൈതമി എന്നവരെ പറ്റിയല്ല പറയുന്നത്, ഹൈസമി സാഹു കൊണ്ട്. മജ്മുഉ സവായിദ് എന്ന് പറയുന്ന കിതാബിൽ ഹൈസമി എന്നവര് റിജാലു സിഖാത്തുൻ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം വിശ്വസ്തരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അപ്പൊ വളരെ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട ദിക്റാണ്, വലിയ പുണ്യമുള്ള ദിക്റാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. മാത്രമല്ല, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്ന് ഒരടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ 12 അടിമകളെ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളല്ലാത്തവരിൽ നിന്ന് മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും എന്ന് ഞാൻ ഈ പറഞ്ഞ കിതാബുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് 3 അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രതിഫലം എന്ന് പറയുന്നത് 36 അടിമകളെ ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളല്ലാത്തവരിൽ നിന്ന് മോചിപ്പിച്ച പ്രതിഫലം കിട്ടും എന്നാണ്. അപ്പൊ വലിയ മഹത്വമാണ് ഈ ഒരു ദിക്റിന് ഉള്ളത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇതാണ് 1-ാമത്തെ ദിക്റ് നമ്മൾ അദ്ദാദിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ അഥവാ ഈ ദിക്ർ അടങ്ങിയിട്ടുള്ള അദ്ദാദ് ഇത് നാം പതിവാക്കണം. വലിയ മഹത്വമുള്ള ദിക്റുകളാണ് അതിലുള്ളത് മുഴുവൻ. ഇൻഷാ അല്ലാഹ് ഓരോ ദിക്റുകളെ സംബന്ധിച്ചും ഓരോ ക്ലിപ്പിലായിക്കൊണ്ട് തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട നല്ല ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ ഈ ശഅബാനും റമളാനും ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ശഅബാൻ വിട പറയാൻ പോവുകയാണ്, റമളാൻ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. റമളാനിൽ മാത്രമല്ല അതിന് ശേഷവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടാകെയും ഇത് പകർത്താൻ, ഇത് ഒരു ജീവിതം മുഴുവനും നമുക്ക് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിന്റെ 2-ാം ഭാഗം കേൾക്കണം എന്ന് ഉണർത്തുന്നു. ഈ ചാനലിൽ ഇതുപോലെയുള്ള ഉപകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സാധിക്കുന്നവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും
മറ്റു പൊതുജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് ഉണർത്തുന്നു.